ജോർജിയൻ യാത്രയും അതിലുള്ള കുറച്ച് മെമ്മറീസുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞങ്ങൾ താമസിച്ച സിറ്റി, പിന്നെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, പിന്നെ ഞങ്ങൾ മോളുടെ കൂടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ഒരു ചർച്ചിൽ പോയിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ജോർജിയയിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഫുഡുകളും കിട്ടും. കേരള റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഫുഡിന് ഏതിലായാലും അവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ ജോർജിയൻ സിറ്റി കാണാൻ ഒത്തിരി നല്ല ഭംഗിയാണ്. നല്ല ശാന്തമായിട്ടുള്ളൊരു സിറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് തുടങ്ങി. മരങ്ങളുടെ ഇലയെല്ലാം പൊഴിഞ്ഞ് ഇപ്പം വേറെ കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങളുടെ സ്റ്റേയും ഹോളിഡേ ഇൻ ഹോട്ടലായിരുന്നു. അത് സിറ്റി തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മോളുടെ അടുത്തേക്കുള്ള ട്രാവലും ഈസി ആയിരുന്നു. മോളുടെ യൂണിവേഴ്സിറ്റിയും ഹോസ്പിറ്റലും ഹോസ്റ്റലും എല്ലാം ഉള്ളത് സിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്കധികം ട്രാവൽ ചെയ്ത് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നില്ല. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അന്വേഷിച്ചിട്ട് നമ്മുടെ ഭാഗത്തുനിന്നൊരു റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രമേ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. ചില ഏജൻസികളൊക്കെ നമുക്ക് ഒത്തിരി റോങ് ഇൻഫർമേഷൻ തരും. ഇപ്പം നമ്മൾ MBBS പോലെയുള്ള ഒരു മെഡിക്കൽ കോഴ്സിലേക്കാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് വേൾഡ് ഡയറക്ടറി ഉണ്ട് മെഡിക്കലിൻ്റെ. അപ്പോൾ അതിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അതിലെല്ലാ അക്രഡിറ്റേഷൻസും ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഏജൻസികളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരിക്കലും യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്ക് സീനിയേഴ്സുമായിട്ട് സംസാരിക്കാം. അവിടുന്ന് എത്ര വർഷമായി കുട്ടികൾ പാസ് ഔട്ടായി, എത്ര പേഴ്സൻറ്റേജാണ് അവിടുന്ന് പാസ് ഔട്ട് ആവുന്നത്, അതൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാണ്ടി പറ്റും. സീനിയേഴ്സുമായിട്ട് സംസാരിക്കാം, പാസ് ഔട്ടായ കുട്ടികളുമായിട്ട് സംസാരിക്കാം. അപ്പം നമുക്കൊരു ഉറപ്പ് കിട്ടും. അതുപോലെ FMG പെർസെൻറ്റേജ് എത്രയുണ്ടെന്ന് നോക്കാം. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ചില രാജ്യങ്ങളിൽ പഠിച്ചാൽ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ വാലിഡ് അല്ല. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലെ ചില യൂണിവേഴ്സിറ്റികളിൽ അക്രഡിറ്റേഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ വന്നിട്ട് എക്സാം എഴുതാണ്ടി പറ്റില്ല. FMG എക്സാം എഴുതാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കുറേ കുട്ടികൾ പോയി പഠിക്കുന്നുമുണ്ട്. കുറേ ഏജൻസികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എപ്പോഴും അന്വേഷിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഏജൻസീനെ നമുക്ക് ആവശ്യമുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് യൂണിവേഴ്സിറ്റി പേപ്പർ വർക്കിനും അല്ലെങ്കിൽ വിസ അങ്ങനത്തെ ഇതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ഒരു ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ മാത്രമായിരിക്കണം. അതിന് നമ്മൾ വേറെ ഒരാൾക്കും വിട്ടുകൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന രാജ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വെച്ചിട്ട് പല രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ വിസ കിട്ടാൻ, നമുക്കിപ്പോൾ ഒരു എമർജൻസി ആയിട്ട് കുട്ടീനെ കാണാൻ പോകണം. അപ്പോൾ നമുക്ക് വിസ കിട്ടാൻ ഒത്തിരി താമസിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് ഒരു എമർജൻസിക്ക് വരണം, അതിനും വിസ കിട്ടാൻ ഒത്തിരി താമസിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് എത്രയും വേഗം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള, എന്നാൽ ശാന്തമായിട്ടുള്ള, ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ വെച്ചിട്ട് ശാന്തമായിട്ടുള്ള ഒരു രാജ്യമായിരിക്കണം നമ്മൾ സെലക്ട് ആക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുട്ടിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. ഞങ്ങളിപ്പോൾ ജോർജിയ സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിസ ഓൺ അറൈവലാണ്. ഞങ്ങൾക്കൊരു ടിക്കറ്റ് എടുത്താൽ ഞങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് UAE നിന്ന് കേരളത്തിലേക്ക് വരുന്ന അതേ ട്രാവൽ ടൈമിൽ ഞങ്ങൾക്ക് മോളെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. അതുപോലെ തന്നെ അവൾക്കും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാം. വിസയുടെ ആവശ്യമില്ല. അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഈസിയാണ്. ഇനി കുറച്ച് സിറ്റി കാഴ്ചകളിലേക്ക് പോകാം.